നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 561 561. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 561. 52-ാം സർഗം ലീലാകാണ്ഡത്തിലെ ധേനുകവധവും ഗോപികളുടെ ഉത്കണ്ഠയും ആണ് ഇന്ന് പറയേണ്ടത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലെ 51-ാം സർഗം 51-ാം സർഗം എന്ന് പറയുമ്പോൾ പശുപാലനവും വൃന്ദാവന ലീലയും. അതിൽ അവസാനത്തെ ശ്ലോകം 46. അതെന്തായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, മരതകമണിവർണ്ണൻ ചെന്നു ചങ്ങാതിമാർത്തൻ മടിയൽ അതുവിധം തെല്ലൊന്നുമല്ലേ ശയിക്കേ മഹിതരുടനെ വീശും യോഗിമാരുള്ളിലോർക്കും മലരടികൾ തൊലോടും പുണ്യപുഞ്ചങ്ങളമ്പാൽ. ഭഗവാൻ ഒരു 6 വയസ്സാകുമ്പോഴേക്കും കാല് തലോടാൻ ആൾക്കാർ. എന്താ കാരണം? ബാലലീലയാണ്. ആ കുട്ടികളെ മോക്ഷപ്രാപ്തിക്ക് ഉതകുന്ന രീതിയിൽ ഭഗവാൻ പെരുമാറിയെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇനി നമ്മൾ 52-ാം സർഗത്തിലെ ധേനുകവധവും ഗോപികളുടെ ഉത്കണ്ഠയും. എന്താണ് ഒന്നാമത്തെ ശ്ലോകം? ആമട്ടിൽ വൃന്ദാരണ്യത്തിൽ വെറും ഗോപാലബാലനായി അനേക കോടി ബ്രഹ്മാണ്ട നായകൻ കളിയാടവേ. ഞാനും നിങ്ങളും പറയുന്ന ഈ കുഞ്ഞികൃഷ്ണൻ അല്ലെങ്കിൽ കുട്ടിക്കൃഷ്ണൻ അല്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ അല്ലെങ്കിൽ മുരളീലോലൻ അല്ലെങ്കിൽ എന്തൊക്കെ വേണോ ഓമനപ്പേര് വിളിച്ചോളൂ, അദ്ദേഹം ആരാന്നാണ് വിചാരിച്ചിരുന്നത്? എന്താണ് ഈ ഭാഗവതത്തിനോട് ഇത്ര ദൂരം? അറിയാത്തത് കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട്. പറയുന്നു, അനേക കോടി ബ്രഹ്മാണ്ട നായകൻ. അദ്ദേഹത്തിൻ്റെ വിരാട് സ്വരൂപത്തിൽ എത്ര രോമുണ്ട്, അതൊക്കെ ഓരോ മിൽക്കി വേയാണ്, ബ്രഹ്മാണ്ടാണ്. ഇതറിയാതെ കണ്ട് ഹിന്ദുക്കളാന്ന് പറഞ്ഞ് എളിഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം? പറയൂ. സനാതന ധർമ്മത്തിലെ ഇത്രയും വലിയ ഒരു സബ്ജക്റ്റ് ഗ്രന്ഥം എന്നാ പറയുക ഭാഗവതത്തിനെ. ശാസ്ത്രീയമായി അപഗ്രന്ഥിച്ചിട്ടുള്ളത്, ശാസ്ത്രീയമായ ഉപദേശങ്ങൾ അടങ്ങിയിട്ടുള്ളത്, ഭഗവാനെ പറ്റി പറഞ്ഞതും ഭഗവാനാൽ പറയപ്പെട്ടതും. അതുകൊണ്ടാണ് പറഞ്ഞത്, ആമട്ടിൽ വൃന്ദാരണ്യത്തിൽ വരും ഗോപപാലനായി അനേക കോടി ബ്രഹ്മാണ്ട നായകൻ കളിയാടവേ. ശ്രീതാമാവും സുബലനും മറ്റും സ്നേഹിതരത്രയും പ്രീതി പോണ്ടൊരു നാളോതി ബലരാമനോടിങ്ങനെ. ആദ്യം ഏട്ടനാകട്ടെ കാര്യം. അപ്പോൾ ഏട്ടനോട് പറഞ്ഞിട്ട് നടന്നില്ലെങ്കിൽ അനിയനോട് പറഞ്ഞാൽ മതി. ഇതാ അപ്പോൾ ഏട്ടനോട് എന്താ പറഞ്ഞത്? ശ്രീതാമാവും സുബലനും മറ്റും സ്നേഹിതരത്രയും പ്രീതി പോണ്ടൊരു നാളോതി ബലരാമനോടിങ്ങനെ. കയ്യൂക്കുണ്ടായിട്ടുമെന്തേ രാമൻ കൃഷ്ണൻ്റെ മാതിരി ദുഷ്ടനായവനെ കൊല്ലുവാൻ മടിപ്പതു മഹാമതേ. വലിയ ഒരു ടോർപിഡോ വെച്ചു ബലരാമസ്വാമിക്ക്. എന്താ അത്? കയ്യൂക്കുണ്ടായിട്ടും എന്തേ രാമൻ കൃഷ്ണൻ്റെ മാതിരി ദുഷ്ടനായവനെ കൊല്ലുവാൻ മടിപ്പതു മഹാമതേ. അങ്ങക്ക് നല്ല ശരീരബലമുണ്ടല്ലോ. കൃഷ്ണൻ ഇപ്പോൾ എത്ര ആളെ കൊന്നത്? അങ്ങ് എന്തെങ്കിലും മിണ്ടാണ്ടിരിക്കണത്? ശരിയായില്ല കേട്ടോ രാമ. അപ്പോൾ മഹാമതേ അത് മനസ്സിലാക്കണം. പനങ്കൂട്ടം അടുത്തൊന്നുണ്ട് അവിടം ധേനുകാസുരൻ കടപ്പതിനയക്കുന്നില്ല ആരെയും ദുഷ്ടഗർദ്ധഭൻ. ഗർദ്ധഭൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗർദ്ധഭം എന്ന് പറഞ്ഞാൽ കഴുതാന്നർത്ഥം. ദുഷ്ടൻ എന്നാണ് ആൾ. കേമനാണേനും അസുരനാണ്. പനംകൂട്ടം അടുത്തൊന്നുണ്ട് അവിടം ധേനുകാസുരൻ. ധേനുകാസുരൻ എന്നാണ് അയാളുടെ പേര്. കടപ്പതിനയക്കുന്നത്. ആ തോട്ടത്തിലേക്ക് 2 പനം നൊങ്ക് കഴിച്ചലാന്ന് വിചാരിച്ചാൽ സമ്മതിക്കണില്ല ആ കാട്ടാളൻ. മുഷ്കുള്ളവൻ, കശ്മലൻ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതങ്ങനെ ആയിപ്പോയി, സാറില്ല.
അപ്പോൾ കടപ്പതിനയക്കുന്നില്ലാരെയും ദുഷ്ടകർദ്ദവൻ കൂട്ടുകാരായി കഴുതകളുണ്ട് പോലും 1000 കഴുതകളുണ്ട്. ചെന്നാൽ അവരെ പിൻകാലം കൊണ്ട് തല്ലും, തെറിപ്പിക്കും, നമ്മളെ ചവിട്ടും. കൂട്ടുകാരായി കഴുതകളുണ്ട് പോൽ 1000 അടുത്തണയുകിൽ കൊന്നു തിന്നും പോലെ മനുഷ്യനെ. അടുത്ത് കിട്ടിയാൽ കടിച്ച് തിന്നവരെ. പശുപക്ഷികളും പേടിച്ചെടുത്തേടിൽ ഒരിക്കലും പശുപക്ഷികളും കൂടി പേടിച്ച് അടുത്തേടിൽ ഒരിക്കലും അവനെ കൊൽകിൽ ഈ നാടിനെന്നേക്കും ഉപകാരമാം. അവനങ്ങോട്ട് കൊന്നു കിട്ടിയാൽ ഈ നാടിനെന്നെ വലിയ ഉപകാരമായി തീരും എന്നാണ് അവർ അപ്പീല് പറഞ്ഞത്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ അങ്ങുടൻ ചെന്നുകൂടെയോ, കൊതിയുണ്ട് ഉള്ളിലെങ്ങൾക്ക് ദാഹത്തിനെത്രയും ഗുണം. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ അങ്ങുടൻ ചെന്നുകൂടെയോ, എന്താ നിങ്ങൾക്കത് പോയാ? കൊതിയുണ്ട് ഉള്ളിലെ ഞങ്ങൾക്ക് ദാഹത്തിനെത്രയും ഗുണം. ഈ പനനൊങ്ക് ദാഹം ശമനിയാണ്. ഇളേ നൊങ്കൊന്നു ഞാൻ കണ്ടു തണുപ്പും സ്വാദുമുള്ളതാം. ഇതാ കാറ്റത്തു വന്നിടും സൗരഭ്യം ഇത് അതിൻ്റെയാം. ഈ നല്ലൊരു മണം വരുന്നില്ലേ, ആ പനനൊങ്കിൻ്റെയാണ്. ഒന്ന് ഗുസ്തി പിടിക്കാമെന്ന് പോയിട്ട് അയാളെ ഒന്ന് വക വരുത്തു. നമുക്ക് എന്താണെന്നാ പറയാം, മനസ്സ് നിറയെ പനനൊങ്ക് കഴിക്കാം. ഒരു ഉപകാരം ചെയ്യൂ ബലരാമസ്വാമി. ഈ വണ്ണം മോതുവതു കേട്ടവർക്ക് ഉൾപ്രീതിയേകുവാൻ ചിരിച്ചു കൊണ്ടു രണ്ടാളും ചെന്നു ചങ്ങാതിമാരോടും. കേൾക്കേണ്ട താമസം അനിയൻ ഏട്ടനൊന്ന് നോണ്ടിപ്പോവുക. ഈ കുട്ടികളുടെ വാക്ക് കേട്ടിട്ട് ഇങ്ങനെ മിണ്ടാണ്ടിരുന്ന നന്നോ ഏട്ടാ, എന്താ ഇപ്പം ഇതൊക്കെ സ്ഥിതി? വരൂ, ധൈര്യം ഇല്ലെങ്കിൽ ഞാൻ പിന്നിൽ വരാതെ, ഏട്ടൻ മുമ്പിൽ നടക്കട്ടെ. അപ്പോൾ ഈ വണ്ണം ഓതുവത് കേട്ട് അവർക്ക് ഉൾപ്രീതിയേകുവാൻ. ഇതാണ് ജീവിതത്തിൻ്റെ നാരായവേര്. നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് എത്ര സന്തോഷം കൊടുക്കാൻ സാധിക്കും, ആനന്ദം, പരമാനന്ദം കൊടുക്കാൻ സാധിക്കും, അത് ചെയ്തുകൊണ്ടേയിരിക്കുക. അതാണ് നിഷ്കാമകർമ്മം. നമ്മൾ ഒരാൾക്ക് ചെയ്യുമ്പോൾ 10 ആൾ നമ്മൾക്ക് വേണ്ടി ചെയ്യും, ഉറപ്പാണ്. ഞാൻ അനുഭവിച്ചതാണ് പറഞ്ഞത്. നമ്മൾ ഒരാൾക്ക് ഉപകാരം ചെയ്താൽ 10 ആൾ നമുക്ക് ഉപകാരം ചെയ്യും. അതാണിപ്പോൾ നടക്കാൻ പോണത്. ഈ വണ്ണം മോതുവത് കേട്ടവർക്ക് ഉൾപ്രീതിയേകുവാൻ ചിരിച്ചു കൊണ്ടു രണ്ടാളും ചെന്നു ചങ്ങാതിമാരോടും കുലുക്കി ബലൻ ഊക്കോടെ കൈകളാൽ പനയാകവെ. ഒരു പനങ്ങോട്ട് പിടിച്ചിട്ട്, ഹേയ് ശ്രദ്ധിക്കണം, എന്താ ഇവിടെ പറഞ്ഞത്? ഇദ്ദേഹത്തിന് 6 വയസ്സ് വെച്ചാൽ അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടാവും? അത്ര ഒരു 7.5 വയസ്സ് എന്ന് ഇനിയിപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സ്വഭാവ രീതിക്ക് വേണ്ടിയിട്ട് പറഞ്ഞോളൂ, ആയിക്കോട്ടെ, സാരമില്ല. 7.5 വയസ്സായൊരു കുട്ടി ഒരു പന പിടിച്ച് കുലുക്കിയേ, എന്താ ഇപ്പോൾ ഇത്? അതാണ് സത്യം. ആരാ? ബലരാമൻ എന്ന പേരാൾക്ക്. ബലരാമൻ 7.5 വയസ്സുള്ളപ്പോൾ ഇത് പിടിച്ച് കുലുങ്ങി, പിന്നെ ആരും ഞാനും നിങ്ങളെ പോയി കുലുക്കുമോ? ഇല്ല. അതാണ് ബലരാമസ്വാമി, അനന്തമൂർത്തി. ആ സാക്ഷാൽ അനന്തമൂർത്തിക്ക് നമസ്കാരം. അപ്പോൾ ഒച്ച കേട്ടുലകം കീറും വിധം ചീറിയെണീറ്റുടൻ പാഞ്ഞോടി വന്നീശ്വരൻ്റെ മുമ്പാകെ പിന്തിരിഞ്ഞവൻ. അതെന്തിനാ? അതാണ് പറഞ്ഞത്. ഈ കഴുതകൾ പിന്തിരിഞ്ഞ് നിന്ന് കാലുകൊണ്ട് കാലെറിയും, നമ്മളൊരു 15 അടി ദൂരത്ത് പോയി വീഴും. അതാണ് ഭഗവാന്റെ പിന്തിരിഞ്ഞ് നിന്നു. അപ്പോൾ ഭഗവാന്റെ പിന്തിരിഞ്ഞ് നിൽക്കാൻ പാടില്ല. അതാണ് ചില മഹാക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചിലവരെ തിരക്കൊന്നും ഉണ്ടാവില്ല, നടന്ന് പിന്നാക്കം നടന്നു വരും. കാരണം എന്താ? പൃഷ്ഠം കാണിക്കാൻ പാടില്ല ഭഗവാൻ. വേദാന്തത്തിൽ അതില്ല കേട്ടോ. വേദാന്തത്തിൽ എങ്ങോട്ടും പോകണ്ടല്ലോ, അവിടെ തന്നെ ഇരുന്നാൽ മതി. വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് കൃഷ്ണ ഗുരുവായൂരപ്പ കണ്ണൊന്നോട് ചീമ്പിക്കോളൂ, അപ്പം കാണാം. എന്താ കാരണം? അവരവരുടെ ഹൃദയ ഗഹ്വരത്തിൽ വിരാജിക്കുന്ന ഭഗവാൻ ഏത് രൂപത്തിൽ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ താല്പര്യമുള്ള ആളാണ്. നമ്മളൊന്നാണ്ട് ചായം കലക്കി വെച്ചാൽ മതി, മൂപ്പര് പൂശിക്കോളുന്ന പറഞ്ഞോ. അതുകൊണ്ടാണ് പറയുന്നത്, ഒച്ച കേട്ട് ഉലകം കീറും വിധം ചീറിയണീറ്റുടൻ പാഞ്ഞോടി വന്ന ഈശ്വരൻ്റെ മുമ്പാകെ പിന്തിരിഞ്ഞവൻ പിൻകാലു രണ്ടും പൊങ്ങിച്ചു കുടഞ്ഞു ദുഷ്ടദാനവൻ. പിന്നീടും അത്തരം ഗോഷ്ഠി കാട്ടും കഴുതയെ ബലൻ ഇരുകാലും ഇരിച്ച് ഊക്കോട് ആഞ്ഞ് എറിഞ്ഞു പനയ്ക്കുമേൽ. ഒരു പ്രാവശ്യം ഈ കർദമശ്രേഷ്ഠൻ ധേനുകാസുരൻ
ഭഗവാന്റെ അടുത്തേക്ക് ഇങ്ങനെ ഓടി വന്നിട്ട് പിന്തിരിഞ്ഞ് നിന്നിട്ട് കാലം കൊണ്ടൊരു തട്ടാട് തടുത്തു. ഭഗവാൻ ഒന്നങ്ങോട്ട് മാറി നിന്നു. അവിടെ ഞാനുണ്ട്. കാരണം നമുക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി കഥാഗോളത്തിലൂടെ സഞ്ചരിക്കല്ലേ നമുക്ക് നിർത്തിയുള്ളൂ. നമ്മുടെ എന്താണെന്ന് പറയുക, ചെറുശ്ശേരിൽ കരുണാകരൻ പിള്ള അദ്ദേഹം എന്താ പറഞ്ഞത്, രാജാ കഥ പോണ കൂട്ടത്തിൻ്റെ ഒപ്പം പോണട്ടു എന്ന്. അതാണ് ചെയ്യണത്. കഥയ്ക്കൊപ്പം നമ്മൾ പോവും. അവിടെ ഒരു പുല്ലായിട്ടോ ഒരു മൺതരിയായിട്ടോ ഒരു കൃമിയായിട്ടോ നമ്മളിങ്ങനെ പറ്റിപ്പിടിച്ചിങ്ങനെ നിന്നോളുക. എല്ലാവരുടെ മുഷ്കും കണ്ടുകൊണ്ട് ഭഗവാൻ എങ്ങനെയാണ് അതിനൊക്കെ പരിഹാരം കാണുന്നത് അത് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞോളുക. വേണ്ടവർ കേട്ടോട്ടെ. അപ്പോൾ ഇവിടെ രണ്ടാമത് ധേനുകൻ കാല് പൊക്കി എറിയലും ഇദ്ദേഹം കൂട്ടിപ്പിടിക്കലും ഒപ്പം കഴിഞ്ഞു. കൂട്ടിപ്പിടിച്ചു എന്ന് മാത്രമല്ല, തലയ്ക്ക് എന്താണെന്ന് പറയുക, ഷോർട്ട് പുട്ട് എറിയില്ല. ഷോർട്ട് പുട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് 2 വട്ടം തിരിച്ചിട്ട് കിടക്കണമെന്ന് പറയണം. സ്കൂൾ ഗ്രൗണ്ടിൻ്റെ പകുതിക്ക് അങ്ങനെ പോയിട്ടുണ്ടാവും ഷോർട്ട് പുട്ട്. ഇതാണ് ഷോർട്ട് പുട്ട്. അപ്പോൾ അദ്ദേഹം ഷോർട്ട് പുട്ടല്ല വരുന്നത്, ഡിസ്കസ് ത്രോ വരുന്നത്. എന്താ ഡിസ്കസ് ത്രോ എന്ന് പറഞ്ഞാൽ, അത് ഒരു കയ്യിൽ വലിയൊരു കിണ്ണം മാതിരി സാധനമാണ്. അതിൻ്റെ നടു ഈ വള്ളപ്പം മാതിരി ഉണ്ടാവും, നടു കനത്തിലുണ്ടാവും, ബാക്കി ഭാഗങ്ങളൊക്കെ സോഫ്റ്റ്, അതായത് കറവായിട്ടുണ്ടാവും. അതിങ്ങനെ 1 2 3 4 5ാമത്തെ വീശിൻ്റെ ഒരു വീട് വിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങേ ഭാഗത്തേക്ക് പോകും. ഇദ്ദേഹം അങ്ങനെയല്ല ചെയ്തത്. 2 കൈ കൊണ്ടും കഴുതയുടെ കാലിങ്ങനെ പിടിച്ച് 1 2 3 കിടക്കണം. 4ാമത്തേത് എവിടെ പോയിട്ടാ മുട്ടുണ്ടോ, ആ പനങ്കാട്ടിൽ ഏറ്റവും വലിയൊരു പനിയുണ്ട്, അതിൻ്റെ മോള് പോയിട്ട് ടപാന്ന് വീഴ് കൊള്ളലും ആ മരം പൊടിയായിട്ട് ഇങ്ങനെ, എത്ര പൊടിയായെന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ആവശ്യമില്ല. പൊടിയായിട്ട് വീണു എന്ന് മാത്രമല്ല, ഈ ഒരു പനട് കുലിഞ്ഞോട് കൂടിയിട്ട് 4 ഭാഗത്തുള്ള പനകൾ അതിൻ്റെ കാറ്റ് സഹിക്കാൻ വയ്യാണ്ട് ഒരു 2-3 ലോഡ് പനനൊങ്ക അങ്ങോട്ട് വീണു, ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ എന്താ ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പിൻകാല് 2ഉം പൊങ്ങിച്ചു കൊടഞ്ഞു ദുഷ്ടദാനവൻ, പിന്നീടും അത്തരം ഗോഷ്ഠി കാട്ടും കഴുതയെ ബലൻ. ഇരുകാലും പിടിച്ചു കോടാഞ്ഞെറിഞ്ഞു പനയ്ക്കുമേൽ കനത്തൊര ശവം വീണു പൊട്ടി മറ്റൊന്നിൽ വീണതും. ഒരു പനയിൽ ഏറുകൊണ്ട് അതിൻ്റെ ശവം വേറൊരു പനയുടെ മുകളിൽ പോയി വീണു. അപ്പോൾ ആ പന വീണു, വേറൊരു പന വീണു. അങ്ങനെ ചീട്ടുകൊട്ടാരം വീഴുന്ന പോലെ എത്രയോ വലിയ ആ പനന്തോട്ടത്തിൽ എല്ലാ പനകളും വീണു. ഇഷ്ടം മാതിരി നാട്ടുകാർക്ക് പന നമുക്ക് കഴിക്കാമെന്നുള്ള നിലയായി. അപ്പോൾ എന്തായി, അപ്പോൾ പറഞ്ഞു, വീണതും പൊട്ടിമറന്നൊന്നിൽ വീണതും മറ്റൊന്നിലതു മറ്റേതിൽ അമ്മട്ടിൽ പനയൊക്കെയും കൊടുങ്കാറ്റടിയാൽ പോലെ നിമിഷത്താൽ തകർന്നുപോയി. ഒരു കൊടുങ്കാറ്റടിച്ച പോലെ ആ പനന്തോട്ടത്തിലുള്ള പനകളൊക്കെ താഴെ വീണു. ബ്രഹ്മാണ്ടമെല്ലാം ഞൊടിയാൽ പിളർപ്പാൻ മതിയായവൻ നമ്മളെ ബലരാമസ്വാമി. ഞൊടി ഇങ്ങനെ ഒന്നാണ് കൈ വീശിയാൽ ബ്രഹ്മാണ്ടം പൊടിപടലാവും, അത്ര ബലന. അത് മറ്റാരും കാണണ്ട വിചാരിച്ചിട്ട് ഇങ്ങനെ ചുരുണ്ട് കിടക്കുകയാണ്. അപ്പോൾ അതിൽ ഭഗവാൻ എന്താണെന്ന് പറയുക, പന്നകത്തിൻ്റെ മുകളിൽ കിടക്കുകയാണ്. അല്ലെങ്കിൽ ഇയാൾ പല പ്രശ്നങ്ങളും ചെയ്യും. ഇയാളെങ്ങനെ ആണി അടിച്ച കൂടുതൽ ഭഗവാൻ നീക്കിയില്ല, ഇങ്ങനെ തന്നെ എപ്പം നോക്കിയാലും. അപ്പോൾ മറ്റൊന്നിൽ അതു മറ്റേതിലമ്മട്ടിൽ പനയൊക്കെയും കൊടുങ്കാറ്റടിയാൽ പോലെ നിമിഷത്താൽ തകർന്നുപോയി. ബ്രഹ്മാണ്ടമെല്ലാം ഞൊടിയിൽ പിളർപ്പാൻ മതിയായവൻ അമ്മഹേശ്വരൻ ഈവണ്ണം ഇത്രയേ ചെയ്തതത്ഭുതം. ഇയാൾ മുണ്ടാതെ കണ്ടിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു കോലാഹലമൊക്കെ ചെയ്യാൻ കഴിവുള്ളവരാണെന്നൊന്നും ആരും ധരിച്ചില്ല. എന്തോ വെറുതെ ഒരു തമാശയ്ക്ക് ബലരാമേട്ട എന്താ ഏട്ടൻ അനിയൻ എത്ര ആളെ കൊന്നു, ഒരാളെയും കൂടി കൊല്ലണോ? ആ കൊല്ലല്ല ചെയ്തത്, അവിടെ ഉള്ളവരുടെ ഒക്കെ കാറ്റ് പോയിന്ന് അതാ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, ബ്രഹ്മാണ്ടമെല്ലാം ഞൊടിയാൽ പിളർപ്പാൻ മതിയായവൻ.
അമ്മഹേശ്വരൻ ഈ വണ്ണം വണ്ണം ഇത്രയേ ചെയ്തതത്ഭുതം കൂട്ടുകാരാം കഴുതകൾ ആകപ്പാഞ്ഞടുത്തുടൻ. ഒടുക്കം കാലം ഈ 1000 കഴുതകളെ ബലരാമസ്വാമി നെരുങ്ങുകൾ വന്നപ്പോൾ വളഞ്ഞു ചുറ്റിനാരൊപ്പം ഗോപബാലരെയൊക്കെയും എങ്ങെങ്ങും രാമകൃഷ്ണന്മാരണഞ്ഞിട്ടവയെ സ്വയം പിൻകാൽ പിടിച്ചു പനയിൽ തല്ലിക്കൊന്നു ഞൊടിക്കകം. അപ്പോൾ ഈ ബലരാമസ്വാമിയുടെ സന്തത സഹചാരികളായിട്ടുള്ള ഗോപന്മാരുടെ അടുത്തേക്ക് ഈ കഴുതക്കൂട്ടങ്ങൾ വന്നപ്പോഴേക്കും ഭഗവാനും ബലരാമസ്വാമിയും എത്ര കഴുതകളുണ്ടോ അത്രയും കഴുതകളുടെ പിൻകാല് പിടിച്ച് ചുഴറ്റി എറിയാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ തൻ്റെ ഗോകുലത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കുട്ടിക്ക് ഒരു ബലരാമസ്വാമിയും ഒരു കൃഷ്ണനും. അതാണ് ഭഗവാന്റെ ലീല. അടുത്ത് പോരുത്, ഇങ്ങോട്ട് വാ, എൻ്റെ പിൻകാലം ഇങ്ങോട്ട് കാണിക്കേ. പിടിച്ചു വലിച്ചു എറിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ 1000 ബലരാമസ്വാമിയും 1000 ശ്രീകൃഷ്ണനുമാണ് അവിടെ ഉണ്ടായത്. അതുകൊണ്ടാണ് പറഞ്ഞത് വളഞ്ഞു ചുറ്റിനാരൊപ്പം ഗോപബാലരെയൊക്കെയും എങ്ങെങ്ങും രാമകൃഷ്ണന്മാരണഞ്ഞിട്ട്. നോക്കുന്ന സ്ഥലത്തൊക്കെ രാമകൃഷ്ണന്മാർ. ചിലവർ കൈ ഇങ്ങനെ കണ്ണ് തിരുമ്പനുണ്ട്. എന്താ, കണ്ണിന് വല്ല ഭ്രമം വന്നതാണോ? അല്ല, ഒക്കെ എല്ലാവർക്കും രാമകൃഷ്ണന്മാരാ. എങ്ങെങ്ങും രാമകൃഷ്ണന്മാരണഞ്ഞിട്ടവയെ സ്വയം പിൻകാലിൽ പിടിച്ചു പനയിൽ തല്ലിക്കൊന്നു ഞൊടിക്കകം പനന്തടികളും ദൈത്യ ശവങ്ങളുമയെന്നുടൻ. ഇവരൊക്കെ ആരാ? രാക്ഷസീയ വർഗത്തിലുള്ളവരാണേ. പനന്തടികളും ദൈത്യശവങ്ങളും എന്നുടൻ കാണായി കാർ നിറഞ്ഞുള്ളൊരാകാശം പോലെ പാരിണം. മഴക്കാറ് താഴെ ഇറങ്ങിയിട്ട് ഇങ്ങനെ പെയ്യാണ്ട് കിടക്കണ കൂട്ടത്തിൽ നടത്തായി. എന്താ ഇവരുടെ നിറം? എന്താ? ഭഗവാന്റെ നിറം തന്നെയാണ്. പക്ഷെ ഭഗവാന്റെ കറുപ്പിന് ഏഴഴുക. അതോ പേടി തോന്നും, ഭയാനകമാണ്. ദേവന്മാർ അത്ഭുതം പൂണ്ടു കനക്കെ പെയ്തു പൂമഴ. ദേവന്മാർ എവിടെ ഈ ലോകത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് എപ്പോഴും അവർ നോക്കിക്കൊണ്ടിരിക്കുക. കാരണം ആരാ അങ്ങോട്ട് പോയിട്ടുള്ളത്? ശ്രീകൃഷ്ണ ഭഗവാനും ബലരാമനായിട്ട്. ആര്? ബലരാമനായിട്ട് അനന്തമൂർത്തി, ശ്രീകൃഷ്ണനായിട്ട് മഹാവിഷ്ണു. എന്തൊക്കെ ഇപ്പോൾ അവിടെ നടക്കാൻ പോവുക എന്നറിയാണ്ടേ ഇവർ എപ്പോഴും ആകാശത്താണ്. എന്താ, ഇവരുടെ ലീലകൾ കാണുക, ആസ്വദിക്കുക. കയ്യിൽ സ്വർഗത്തിലത്തെ പാരിജാതപ്പൂ കയ്യിൽ വെച്ചിട്ടുണ്ട്. കൊട്ടക്കണക്കിനിങ്ങനെ ഓരോ രാക്ഷസർ മരിക്കുമ്പോഴും ഇവിടെ ഇപ്പോൾ 1000 കൊട്ടയായിരുന്നത്. 1000 കഴുതമാരാണ് മരിച്ചിട്ടുള്ളത്. അപ്പോൾ 1000 ബലരാമനും 1000 കൃഷ്ണനും. അപ്പോൾ 2 കൊട്ട വേണം. അപ്പോൾ എല്ലാം കൂടിയിട്ട് 2000 കൊട്ട പൂവ് അവർ എറിഞ്ഞു തന്നെയാണ് മനസ്സിലാക്കിയത്. എന്താ ചെയ്യുക? ദേവന്മാർ അത്ഭുതം പൂണ്ടു കനക്കെ പെയ്തു പൂമഴ. പശുക്കളും പക്ഷികളും മർത്യരും ചെന്നു നിർഭയം നൊങ്ങിൻ മാലകളും കോർത്ത് ഗോപബാലകരെ വരും. ഒരു 8-10 ഇങ്ങനെ കോർത്ത് ഓരോരുത്തർ കഴുത്തിലിട്ടു. 2-3 ആൾക്കാർ ഇങ്ങനെ തോളത്തിട്ടു. വീട്ടിലേക്ക് വഴി കൂടെ പോകണവർക്ക് ഇതാ പനം കാടൊക്കെ ബലരാമസ്വാമി തകർത്തിട്ടുണ്ട്, പോയിക്കോളിൻ, സാധിക്കണം എടുത്തു കൊണ്ടുപോയിക്കോളൂ. നൊങ്ങിൻ മാലകളും കോർത്തു ഗോപബാലകരെ വരും രാമകൃഷ്ണരെ വാഴ്ത്തിക്കൊണ്ടണഞ്ഞു നന്ദഗോകുലം. പീലിപ്പൊന്മുടിയും ഗോപിക്കുറിയും കുനുകൂന്തലും മനമാലയും അമ്പേ ഏന്തി എന്ന് പറഞ്ഞ അർത്ഥം സന്തോഷം കൊണ്ട് ഏന്തി അണിഞ്ഞിട്ടെൻ്റെ കൂടവേ. പീലിപ്പൊന്മുടിയും ഗോപിക്കുറിയും കുനുകുന്തലും മനമാലയും അമ്പേ ഏന്തി അണിഞ്ഞേട്ടൻ്റെ കൂടെ. എൻ്റെ കൂടെ അല്ല, അത് എനിക്ക് തെറ്റുപറ്റിയത്. എൻ്റെ കൂടെ വന്നില്ല അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഏട്ടൻ്റെ ഒപ്പം പോയി. പിന്നാലെ ഞാനും പോയി. കാണണ്ട ഇവർ ഞാൻ എന്താ വെച്ചിട്ടുണ്ടോ വിചാരിച്ചത്, എൻ്റെ ഒപ്പം വരണമെന്നാണ് ഞാൻ തെറ്റി വായിച്ചു. അപ്പോൾ ഏട്ടൻ്റെ ഹരിദാസ് ഇതിനേക്കാൾ വലിയ ചാരിതാർത്ഥ്യമുള്ള ഭാഗം ഏതാ ഉള്ളത്? എന്താ ഇപ്പോൾ നമ്മൾ സമ്പാദിച്ചത്? ഇപ്പോൾ കണ്ടില്ലേ, പിന്നെ വയനാട്ടിൽ ഒരു ദിവസം ശ്രീകൃഷ്ണ കഥാമതം പറഞ്ഞു സന്തോഷിക്കുക, ഇരിക്കുക, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യാനില്ല. ആസ്വദിക്കുക. എന്താണെന്ന് പറയുക, ആസ്വാദനം. അത് ഭയങ്കരം. അതുകൊണ്ടാണ് പറഞ്ഞത്
എന്താ പറഞ്ഞത്? പീലി അപ്പോൾ പറഞ്ഞു അപ്പോൾ വനമാലയും അമ്പേന്തി അണിഞ്ഞു ഏട്ടൻ്റെ കൂടവേ ഓടക്കുഴലും ഏന്തിക്കൊണ്ടിളം പുഞ്ചിരി തൂകിയും. ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറുപുഞ്ചിരി ഇരിക്കട്ടെ, മായയിൽ വീടൊരു വീണോട്ടെ പറഞ്ഞ മാതിരി. ഓടക്കുഴൽ ഏന്തിക്കൊണ്ടിളം പുഞ്ചിരി തൂകിയും പൈക്കൂട്ടങ്ങൾക്കു പിന്നാലെ വരും കാർമുകിൽ വർണ്ണനെ. കാറ്റിൽ പാറി വർണ്ണനെ കാണുവാൻ കാത്തുള്ളിൽ വൈവശ്യം പൂണ്ട ഗോപികൾ. കുറേ നേരം ഇവരിങ്ങനെ നിൽക്കണം. ആരെ? ഗോപസ്ത്രീകൾ. എന്താ അവിടെ നിൽക്കണത്? അല്ല ഒന്നുമില്ല, നിങ്ങൾ പോയിക്കോളൂ. അല്ല അങ്ങനെ പറയൂ, എന്താ സംഗതി വെച്ചാൽ പറയൂ. അല്ല ഞങ്ങൾക്ക് വിശേഷപ്പെട്ട ഒരാൾ വരാണ്ടെന്ന്. ആരാത്? ദിവസേന വരുന്ന ആൾ തന്നെ. പിന്നെ ആരാ? അല്ല ശ്രീകൃഷ്ണനെ. ഓഹോ, ബഹുകേമം. എന്നാൽ നിങ്ങൾ മെല്ലെ ഒന്നാമതിയതായി. ഈ പറഞ്ഞവർ അവിടെ പോയി നിന്നു കുറച്ച് ദൂരം. അപ്പോൾ വേറെ ചില എന്താ ഇവിടെ നിൽക്കുന്നത്? അവിടെയും കുറച്ച് ആൾക്കാർ നിൽക്കണം, കുറച്ച് ഇവിടെ ആൾക്കാർ. നിങ്ങളോടൊന്നും പറഞ്ഞ യാതൊരു കാര്യമില്ല. നിങ്ങൾക്ക് ഇപ്പം എന്താ ഇവിടെ വേണമെങ്കിൽ ഇവിടെ നിന്നോളും. അടുത്ത് വരും കേമന്മാർ രണ്ടാൾക്കാർ. അവർക്ക് ആ രണ്ടാൾക്ക് ജയ് വിളിച്ചിട്ട് കുറച്ച് ആൾക്കാർ വരും. ദിവസേന വരുന്നതാണ്, എന്തെങ്കിലും ഉണ്ടാവും കാരണം. അതാണ് പറഞ്ഞത്. പൈക്കൂട്ടങ്ങൾക്ക് പിന്നാലെ വരും കാർമുകിൽ വർണ്ണനെ കാണുവാൻ കാത്തുള്ളിൽ വൈവശ്യം പൂണ്ട ഗോപികൾ. സമയം പോവില്ല. അങ്ങനെ ഉണ്ടല്ലോ. എന്താ എപ്പോഴാണ് സമയം പോകാണ്ട് വരിക? അവരവർ വിചാരിച്ച കാര്യം നടന്നില്ലെങ്കിൽ സമയം പോവില്ല. അവരെന്താ വിചാരിച്ചത്? ഉണ്ണിക്കണ്ണനെ കാണണം, കൺകുളിർക്ക കാണണം. അതിനാണ് ഭഗവാൻ ഈ ഗോപസ്ത്രീകളെ വിവശത്വം കണ്ടിട്ടാണ് ഇനി ദ്വാപരയുഗം അവസാനിച്ചാൽ ഈ എന്താ ഒരു യുഗം ഉണ്ടല്ലോ ഹരേ രാമ പാടാൻ. അതന്നെ എന്താ പറഞ്ഞത്? ഹരിദാസയ്ക്ക് കേട്ടു, ഞാൻ കേട്ടു. കലിയുഗത്തിൽ ആൾക്കാരുടെ മനസ്സിൽ കയറിയിരുന്നു ഭഗവാൻ. പക്ഷെ ആ രൂപം മാത്രം ആൾക്കാർക്ക് പിടികൊടുക്കില്ല. എന്താ? ബാലാഗ്രശതവാഗസ്യ വിസ്തരസ്യേകോ ജീവ. ഏത് മൈന്യൂട്ടായിട്ടുള്ള ലെൻസ് നോക്കിയാലും കാണില്ല ആളെ. എന്നാൽ ആളൊപ്പണ്ടേനി. അതാണ് തമാശ. അപ്പോൾ കാണുവാൻ കാത്തുള്ളിൽ വൈവശ്യം പൂണ്ട ഗോപികൾ ദൂരത്തെ കണ്ടു മോദിച്ചു മയിൽ പേടകൾ പൂലവേ. അവിടെ ഭഗവാനെ കണ്ടപ്പോഴേക്കും ഇവർ നിർത്താടാൻ തുടങ്ങി. ആരെ പോലെ? മയിലിനെ പോലെ. അങ്ങോട്ടൊന്ന് ചെരിയും ഇങ്ങോട്ടൊന്ന് ചെരിയും. പിന്നെ പൂതനം തിറങ്ങി കളിക്കണം കൂടുതൽ. ഒന്ന് ഇടത് ഭാഗത്ത് മുട്ടും, ഒന്ന് വലത് ഭാഗത്ത് മുട്ടും. പൂതങ്കളിയാണ്. പിന്നെ മയിൽ പേട പോലവേ എന്ന് വ്യാസർ പറഞ്ഞാൽ പിന്നെ നമ്മളെന്തെങ്കിലും പറഞ്ഞ കാര്യമുണ്ടോ? ആസ്വദിക്കന്നെ. കാണുവാൻ കാത്തുള്ളിൽ വൈവശ്യം പൂണ്ട ഗോപികൾ ദൂരത്തെ കണ്ടു മോദിച്ചു മയിൽ പേടകൾ പോലവേ. കാറ്റിൽ പാറിക്കളിക്കുന്ന മഞ്ഞപ്പട്ടുടയാടയും വനമാലയ്ക്കിടയ്ക്കുടെ തിളങ്ങും മുത്തുമാലയും. ഈ വനമാല കുറച്ച് കനണ്ടേ, അപ്പം മുത്തുമാല കുറച്ച് ചെറുതാ. അപ്പം ഈ ആടി ഒലയണേനനുസരിച്ചിട്ട് മുത്തുമാല ഒന്നിങ്ങനെ കാണും. വനമാലയ്ക്കിടയ്ക്കൂടെ തിളങ്ങും മുത്തുമാലയും തൊടുത്ത കവളിൽ തട്ടി മിന്നും പൊൻകുണ്ടലങ്ങളും. കുണ്ടലങ്ങൾക്കല്ല ശോഭ, ഭഗവാന്റെ മിനുത്ത കവിൾത്തടത്തിനാണ് ശോഭ. ആ കവിൾത്തടത്തിൽ നിന്ന് സഹസ്ര സൂര്യകിരണങ്ങളെ പോലെയുള്ള ഒരു തേജോപുഞ്ചം അടിച്ച് ഇങ്ങനെ മിന്നിക്കുമ്പോൾ കാതിലുള്ള മകരകുണ്ടലങ്ങൾ മിന്നാൻ തുടങ്ങിയതാണ്. വനമാലക്കിടക്കൂടെ തിളങ്ങും മുത്തുമാലയും തൊടുത്ത കവിളിൽ തട്ടി മിന്നും പൊൻകുണ്ടലങ്ങളും മന്ദസ്മിത ശ്രീമുഖവും. ഐശ്വര്യമത്തായിട്ടുള്ള ഭഗവാൻ മന്ദസ്മിത ശ്രീമുഖവും നോക്കി നദാംഗികൾ. ഈ ഗോപസ്ത്രീകൾ അൻപാർന്നടുത്തണഞ്ഞിടും അറിവിന്ദായദാക്ഷനെ. അടുത്തേക്ക് ഇങ്ങനെ എന്തും പൊളിക്കും താമ്രതളലോചനായിരിക്കുന്ന ആ ഭഗവാനെ വാരി പുണർന്നു കവിളത്ത് ഉമ്മ വെച്ചധിധന്യകൾ. എൻ്റെ കുട്ടിയുടെ കവിളത്ത് ഉമ്മ വെക്കണ്ട എന്ന് പറയാൻ വേണ്ടപ്പെട്ട രണ്ടാൾക്കാർ അങ്ങ് അകലെയാണ്. എവിടെ? നന്ദഗോപരുടെ വീട്ടിലെ യശോദമ്മയും രോഹിണി ദേവി. ആരും തടുക്കില്ല ഇവർ ഉമ്മ വയ്ക്കുമ്പോൾ. അപ്പോൾ ഉമ്മ വെച്ചവരെന്നെ ഉമ്മ വയ്ക്കും. അപ്പോൾ വേറൊരാൾ ഇങ്ങോട്ട് പിടിച്ച് വലിക്കുകയായി. മതി ഇനി എൻ്റെ ഊഴാണ്.
അങ്ങനെ അമ്പാർന്ന് അടുത്തണിഞ്ഞീടും അരവിന്ദായതാക്ഷിന് വാരി പുണർന്നു കവളത്തുമ്മ വെച്ചതിധന്യകൾ ഏതോ ഭാവത്തിൽ മുങ്ങിക്കൊണ്ട് എന്തോ കൊഞ്ചിയുമങ്ങിനെ പുതുപുഞ്ചിരി പൂണ്ടേറെ മോദിച്ചാരവരന്തിയിൽ. ആരെ? ഗോപസ്ത്രീകളെ. സന്ധ്യാസമയമാണേ. ഏതോ ഭാവത്തിൽ. ഏതാ ഭാവം? പരബ്രഹ്മമൂർത്തേ നമ, ഓം നമ, ഓം നമ, ഓം നമ. പരബ്രഹ്മമൂർത്തി. അതേത് മൂർത്തിയാടോ? അതെ, ഏകാദശ എന്താ പറയുക, ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ. അതിൻ്റെ മുമ്പ് പറയണ്ടായി പിന്നെ അനന്തകോടി ബ്രഹ്മാണ്ട നായകൻ. എന്തൊക്കെ പേരുകളാണ് കേൾക്കണത് ഇദ്ദേഹത്തിന്. ഏതോ ഭാവത്തിൽ മുങ്ങിക്കൊണ്ട് എന്തോ കൊഞ്ചിയുമങ്ങിനെ പുതുപുഞ്ചിരി പൂണ്ടേറെ മോദിച്ചാരവരന്തിയിൽ യശോദയും അയ്യത്തള വന്നു. ഞാനങ്ങോട്ട് പറഞ്ഞു, അവരെ കുറച്ച് ദൂരെ എന്നാണ് പറഞ്ഞത്. സമ്മതിച്ചില്ല. അതെ, താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരിയും നമ്മുടെ പൊന്നു വേദവ്യാസർ. യശോദയും രോഹിണിയും പ്രേമത്തോടെ കിടാങ്ങളെ വിയർപ്പാറിയിടവേ തേച്ചു കുളിപ്പിച്ചു വരാങ്കികൾ. എത്ര ഗുണപാഠം അവിടെ. ഒരൊറ്റ കുട്ടി പറഞ്ഞാൽ കേൾക്കില്ല. കുട്ടികൾ കളിച്ച് വന്ന ഉടനെ തലയിലടി വെള്ളം ഒഴിച്ചാൽ ചീരാപ്പ് വരും. എന്താ ചീരാപ്പ് എന്ന് പറഞ്ഞാൽ? കോൾഡ്, പനി വരും. അതിനാണ് വിയർപ്പാറിയിടവേ തേച്ചു കുളിപ്പിച്ചു വരാങ്കികൾ. വിയർപ്പ് ആറണം. അപ്പോൾ ഫാൻ ഇടരുത്. നാച്ചുറൽ കാറ്റ് കൊണ്ടിട്ട്. ഇതൊന്നും അറിയില്ല, എ സിയിൽ ഇരിക്കുകയും ചെയ്യും. എന്നിട്ടൊന്നും മനസ്സിലായില്ല പറഞ്ഞ് ഞാനെന്താ ചെയ്യാം? ഇത് ശരിക്കും കേൾക്കണം. അപ്പോൾ പുതു പൂമ്പട്ടുടുപ്പിച്ചു കുറിക്കൂട്ടും തൊടിച്ചുടൻ. വൈകുന്നേരത്തെ കുളി കഴിഞ്ഞിട്ടാ പുതു പൂമ്പട്ടുടുപ്പിച്ചു. നമ്മളോ ഇനിയിപ്പോൾ രാത്രി ആരും വരാനില്ല, കാണാനില്ല എന്ന്. അപ്പോൾ ആരെങ്കിലും വരാനും കാണാനോ കൃഷ്ണനെ അലങ്കരിക്കണത്? എന്താ ഇത്? അവനവൻ്റെ കുട്ടികളെ അലങ്കരിക്കണം. ആരും കാണാനില്ല, അവരവരുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട്. അതാണ് പുതുപൂമ്പട്ടുടുപ്പിച്ചു കുറിക്കൂട്ടും തൊടിച്ചുടൻ വിളമ്പി ഊൺ കഴിപ്പിച്ചാരിഷ്ടം പോലെ അതിധന്യകൾ. അവർ പിന്നെ 5:30 മുതൽ 10 വരെ സീരിയലൊന്നും കാണില്ല. വിളമ്പി എടുത്തോളും, കഴിച്ചോളും. അങ്ങനെയല്ല, വിളമ്പി കൊടുത്ത് വാരി കൊടുത്ത് വയറ് വീർത്തുക എന്നാ മതിയാക്കാന്നാ. വിളമ്പി ഊൺ കഴിപ്പിച്ചാരിഷ്ടം പോലെ അതിധന്യകൾ. അത് വേറൊരു ഗുണപാഠം. രണ്ടാളും അച്ഛനോതിയിടും കഥയും കേട്ടു മെല്ലവേ. ആരോടാ കഥ പറഞ്ഞത്? ലോകം മുഴുവൻ കഥ ആരെ പറ്റിയിട്ടാണ് കഥ പറഞ്ഞത്? ഭഗവാനെ പറ്റിയിട്ട്. ആ ഭഗവാന്മാരായിരിക്കുന്ന എന്താണെന്ന് പറയുക, ബലഭദ്രസ്വാമിയും ശ്രീകൃഷ്ണനും നന്ദഗോപുരം കുറച്ച് കഥ പറയും. എന്ത് കഥ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പുരാണ ഇതിഹാസങ്ങൾ തന്നെ, അല്ലാണ്ട് എന്താ. നമ്മൾക്കിപ്പോൾ ഇനിയിപ്പോൾ എത്ര ദിവസമായി രാമായണം? അത് കഴിഞ്ഞാൽ ഇനി രാമായണം 11.5 മാസം കഴിയണം കാണണമെങ്കിൽ. അങ്ങനെയല്ല, പുരാണങ്ങൾ സദാസേവ്യ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കണം. എന്താ അങ്ങനെ പറയാൻ കാരണം? ഒരു 10 മിനിറ്റ് രാമായണം വായിക്കൂ, ഒരു 15 മിനിറ്റ് ഭാഗവതം വായിച്ചോളൂ. അങ്ങനെ കാലം അങ്ങോട്ട് തെളിയും. അതുകൊണ്ടാണ് പറഞ്ഞത്, കാലം തെളിയാൻ ഇത്ര ഈസി ആയിട്ട് വേറൊരു മെത്തേഡില്ല. രാവിലെ ഭാഗവതം വായിക്കുക, രാത്രി കിടക്കുന്നതിൻ്റെ മുമ്പേ രാമായണം വായിക്കുക. അപ്പോൾ രണ്ടാളും അച്ഛനോതിയിടും കഥയും കേട്ട്. ഇന്നിപ്പോൾ അച്ഛൻ പറഞ്ഞ് കേൾക്കണം മക്കളെത്രയുണ്ട്. അല്ല, അച്ഛനന്മാരൊക്കെ കഥ അറിയില്ല. കഥ ഇല്ലാത്തവരാണ് വരെ എന്ത് ചെയ്യാൻ പറ്റും? കഥയും കേട്ട് മെല്ലവേ കിടന്ന് മൂളി കൊണ്ടുറങ്ങി മണിമെത്തയിൽ. വൃന്ദാവനത്തിൽ ഈ വണ്ണം വിലസീടിന മാധവൻ ഒരു നാളേട്ടനെ കൂടാതെ അണഞ്ഞു യമുനാതടം. വലിയ വൺ ഓഫ് ദി സൂത്രശാലിയിൽ വെച്ച് സൂത്രശാലിയാണ് ഭഗവാൻ. എല്ലാ ദിവസവും ഏട്ടാ വരൂ ഏട്ടൻ അല്ലെങ്കിൽ എനിക്ക് രസമില്ല എന്ന് പറഞ്ഞ ആള് ഏട്ടനാകുന്ന രസമില്ലാതെ അങ്ങോട്ട് പുറപ്പെട്ടു. എന്തിന്? വള്ളത്തിൽ ചാടാനേ. കാളിന്തിയിൽ ചാടി ബാക്കി നടക്കണ കാര്യമൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ യശോദമ്മേനെയും രോഹിണി ദേവിനെയും പിടിക്കേണ്ട ആൾ വേണ്ടേ? അതാരായിരിക്കണം? ബലമുള്ള ആളായിരിക്കണം. അപ്പോൾ അന്ന് ഏട്ടനെ കൊണ്ടുപോയില്ല. ഇത്ര സൂത്രശാലിയാണ് ഭഗവാൻ. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്,
ഉടൻ അപ്പോൾ വൃന്ദാവനത്തിൽ ഈ വണ്ണം വിലസീടിന മാധവൻ ഒരു നാൾ ഏട്ടനെ കൂടാതണഞ്ഞു യമുനാതടം. ഉടൻ വല്ലാത്ത ദാഹത്താൽ പൈക്കളും ഗോപബാലരും കാളിയൻ്റെ കയത്തിൽ ചെന്നിറങ്ങി അറിയായികയാൽ. സാധാരണ ഉള്ള സ്ഥലത്തല്ല, കുറച്ച് ഉള്ളോട്ട് പോയി കാളിയൻ കിടക്കുന്ന കയത്ത് പോയിട്ടാണ് വെള്ളം കുടിച്ചത്. ആ കിടക്കണു മോഹാത്സ്യായി. കുടിച്ചു വിഷനീർ പെട്ടെന്നവിടെ തന്നെ വീഴുകവേ തൃക്കൺ കടാക്ഷ പീയൂഷ വർഷത്താൽ കരുണാനിധി. ഭഗവാൻ അങ്ങോട്ട് നോക്കിയാൽ മതി. തൃക്കൺ കടാക്ഷ പീയൂഷം, ഭഗവാന്റെ ആ ദൃഷ്ടി ഏതിനെ പോലെ എന്നാണ് പറഞ്ഞത്? പീയൂഷ വർഷത്താൽ അമൃതവർഷം പെയ്യുകയാണ്. കരുണാനിധി എഴുന്നേൽപ്പിച്ചു പൈക്കൂട്ടത്തെയും ചങ്ങാതിമാരെയും ദുസ്സംഗത്തിൽ മയങ്ങിപ്പോയോരേ സൽഗുരു പോലവേ. എന്താ അത്? ദുസ്സംഗത്തിൽ മയങ്ങിപ്പോയോരേ സൽഗുരു പോലവേ. ആരായി സൽഗുരു? സമൂഹം നന്നാവണം എന്ന് വെച്ച് ജോലി ചെയ്യണവരാണ് അവർ. എന്ത് കൊടുത്തു അത് പ്രശ്നമല്ല അവർക്ക്. ഈ ഉപമയൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ പൈക്കൊളയനൊക്കെ എഴുന്നേൽപ്പിച്ചു വൈക്കൂട്ടത്തെയും ചങ്ങാതിമാരെയും ദുസ്സംഗത്തിൽ മയങ്ങിപ്പോയോര സൽഗുരു പോലവേ ഒന്നിച്ചന്ന് ഉടൻ അവർ കൺമിഴിച്ചെഴുന്നേറ്റ് അന്യോനം ദുരിതരെ നോക്കി വിസ്മയത്താൽ. ഇപ്പോൾ എന്തുണ്ടായത്? നമ്മളെന്തോ ഒരു ഉറങ്ങി നീച്ച കൂട്ടത്തിൽ. അതെ, നിങ്ങളൊക്കെ ബോധമില്ലാണ്ട് കിടക്കുകയായിരുന്നില്ലേ? ഞങ്ങളതിനിപ്പോൾ എന്താ ചെയ്ത്? നിങ്ങളല്ലേ ഇപ്പോൾ വെള്ളം കുടിച്ചത്? അവിടെ ആരാ കിടക്കണത് അറിയില്ലേ നിങ്ങൾക്ക്? കാളിയൻ്റെ കയത്തിലുള്ള വെള്ളം ശുദ്ധവെള്ളമല്ലല്ലോ, നിങ്ങൾക്ക് അറിയണ്ടേ? നിങ്ങൾ ഇതുവരെ ഇവിടെ നിന്നിട്ട് വെള്ളം കുടിച്ചിട്ടില്ലല്ലോ. അല്ല, അതിപ്പോൾ ഒരു തെറ്റ് പറ്റി. എന്നപ്പോൾ തടി കിട്ടിയില്ല നീ മുണ്ടാണ്ടിരിക്കും. ഇനി കുറച്ച് ഡ്രാമ കാണാൻ പോയി ഉണ്ട് ഇവിടെ. ടിക്കറ്റൊന്നും കൊടുക്കണ്ട. എന്താ ഡ്രാമ? അതും ഞാൻ പറയില്ല. എന്താ ഡ്രാമ? കാളിയമർദ്ദനം ഡ്രാമയാണ് നടക്കാൻ പോണത്. അങ്ങനെയാ. അപ്പോൾ ഒന്നിച്ചെന്നുടൻ അവർ കൺമിഴിച്ചെഴുന്നേറ്റന്യൂനം ദുരിതര നോക്കി വിസ്മയത്താൽ ഇന്നും നാം അജിത കടാക്ഷമേന്തിയെന്നോർത്തു നിദ്ര പ്രഭയോട് മിന്നീ മഞ്ഞിടത്തിൽ. ഇന്നും എന്താന്നാ പറഞ്ഞത്? ഇന്നും നാമജിത കടാക്ഷമേന്തിയെന്നോർത്ത് നിദ്രപ്രഭയോട് മിന്നീ മഞ്ഞിടത്തിൽ എന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് അവസാനിക്കുകയാണ്. ഇത് ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശിനി ലീലാകാണ്ഡേ ദ്വിപഞ്ചാസ സർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ ആ 52-ാം സർഗം ധേനുവധവും ഗോപികളുടെ ഉത്കണ്ഠയും എന്നുള്ളത് കഴിഞ്ഞു. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.